നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചെയ്യണത്. അപ്പോൾ ഈ മോഡലിലെ ഒരുവിധം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് എന്തെന്നാ ഇവിടെ വന്നിരിക്കുന്നത് ഇൻ്റഗ്രൽ ഓഫ് എന്താ സീക്ക് ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ തൽക്കാലം നേരത്തെ പോലെ തന്നെ ഫോളോ ചെയ്യാൻ പോണത് എന്താ ഇൻറ്റു 1 ഇട്ട് ചെയ്യണ രീതിയാണ് ഞാൻ ഫോളോ ചെയ്യണേ. നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എക്സിനെ സീക്ക് തീറ്റ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തായി മാറും, സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ മാത്രമായി മാറും ഇൻറ്റു എക്സിനെയാണ് സീക്ക് തീറ്റ കൊടുത്തത്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് തീറ്റ ടാൻ തീറ്റ ഡി തീറ്റ എന്ന് വരും. അപ്പോൾ ആ രീതിക്ക് ഫോളോ ചെയ്യണ അവരുടെ സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വരിക സീക്ക് തീറ്റ ടാൻ തീറ്റ ഡി തീറ്റ എന്ന് വരും. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീറ്റനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും സീക്ക് തീറ്റ ടാൻ തീറ്റ എന്ന് പറയുന്ന അയാളെ മൊത്തത്തിൽ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുത്തിട്ട് വേണ്ടി വരും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളവർ അങ്ങനെ ചെയ്തോളൂ, തെറ്റൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോഴേ ഇപ്പം ഞാൻ ചെയ്യണ മെത്തേഡ് ചെയ്ത് വരുമ്പോൾ ശരിക്കും നിങ്ങളൊരു റിസൾട്ട് അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അത് എന്താണെന്നുള്ളത് ഞാൻ തൽക്കാലം ഇവിടെ എഴുതിയിടാം. അത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കേണ്ടി വരും. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/√, നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ, വഴിയിൽ പഠിക്കും. സ്പെഷ്യൽ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്തെന്നാ x² മൈനസ് a² കാണണമെന്ന് വയ്ക്കുക. അതായത് ഇൻ്റഗ്രൽ ഓഫ് 1/√of x² മൈനസ് a² dx എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോമുല നിങ്ങൾ എഴുതേണ്ട ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ലോഗ് മോഡ് എന്തെഴുതാം എക്സ് പ്ലസ് റൂട്ട് ഓഫ് എന്തെന്ന് എഴുതുക x² മൈനസ് a² ആണെന്നുള്ളത് എഴുതാൻ ഓർക്കുക. എന്താ ചെയ്തേ, ഇൻ്റഗ്രൽ ഓഫ് 1/√of x² മൈനസ് a² dx എന്ന് വന്നു നിൽക്കുക. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചോദിച്ച ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എന്തെന്നാ x² മൈനസ് a². ഇവിടുത്തെ a എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങളിപ്പോൾ തൽക്കാലം പഠിച്ചു വയ്ക്കുക. ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളതൊക്കെ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ കഴിയുമ്പോൾ കാണാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷനിലോട്ട് ഞാൻ പോകണില്ല. തൽക്കാലം ഈ റിസൾട്ട് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഫോർമുല എന്നുള്ള രീതിക്ക് ഇതൊന്ന് അറിഞ്ഞു വെക്കേണ്ടി വരും എപ്പോൾ ഈ മെത്തേഡ് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളിവിടെ ബൈ പാർട്സ് അപ്ലൈ ആണെങ്കിൽ ഇതെന്താ, ഇത് ഇൻവേഴ്സ് ഫംഗ്ഷനും ഇതെന്താ ഓൾജിബ്രൈക്ക് ഫംഗ്ഷനാണ്. അപ്പോൾ ഏതിനാ ഫസ്റ്റ് പ്രിഫറൻസ്, ഇൻവേഴ്സിനല്ലേ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണ്ടേ. അപ്പോൾ സീക്ക് ഇൻവേഴ്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും 1നെ സെക്കൻഡ് ഫംഗ്ഷൻ ആക്കി എടുക്കുക. എന്നിട്ട് എന്താ അപ്ലൈ ചെയ്യുക, ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അതായത് സീക്ക് ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്നല്ലേ വരിക. അതായത് ഇൻ്റഗ്രൽ ഓഫ് എന്താ കിട്ടുക 1 dx, അതെന്താ വരിക എക്സ് അല്ലേ വരിക, മൈനസ് ബിഗർ ഇൻ്റഗ്രൽ ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ എഴുതേണ്ടത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് d/dx ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്താണെന്ന് വെച്ചാൽ എന്താ എഴുതണ്ടേ, വെറും 1/, ചിലപ്പോൾ മോഡ് എക്സ് ഒക്കെ എഴുതി കാണാറുണ്ട്, അത് എഴുതണ്ട. നിങ്ങൾ ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി 1/x ഇൻറ്റു റൂട്ട് ഓഫ് എന്തെന്നാ വരിക x² മൈനസ് 1. അപ്പോൾ അത് കൊടുക്കുക. എന്താ ചെയ്യണേ, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് എഴുതുന്നത്. 1/x ഇൻറ്റു റൂട്ട് ഓഫ് എന്തെന്നാ x² മൈനസ് 1. ഒന്നും കൂടി പറയാം, ഇൻറ്റു ഇപ്പോൾ ചെയ്യണത് എന്താ ബൈ പാർട്സ് ആണ് അപ്ലൈ ചെയ്യണേ. ഫസ്റ്റ് ഫംഗ്ഷനെ വെറുതെ വെച്ചു, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1 dx എന്ന് പറഞ്ഞപ്പോൾ എക്സ് എഴുതി, മൈനസ് ബിഗർ ഇൻ്റഗ്രൽ ഓഫ് ആദ്യത്തേൻ്റെ ഡെറിവേറ്റീവ് അതായത് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇപ്പോൾ എഴുതിയത്, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഏത് എഴുതണം 1 dx എഴുതണ്ടേ. ഇൻ്റഗ്രൽ 1 dx എന്താ എക്സ് അല്ലേ വരിക, ഈ നിൽക്കുന്ന ഇൻ്റഗ്രലിൻ്റെ dx ഇവിടെ എഴുതാൻ വേണം. കണ്ടോ, അപ്പോൾ ഈ എഴുതിയതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിണ്ടാവില്ല ഏത് പോയി കിട്ടും. ഇവിടെ നിൽക്കുന്ന എക്സും ഈ നിൽക്കുന്ന എക്സും ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ. അപ്പോൾ അത് രണ്ടും പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചോ, ബാക്കി വരുന്നത് ഫസ്റ്റത്തെ ടേം ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്, അത് കമ്പൽസറി ഒന്നല്ല, വേണമെന്നുണ്ടെങ്കിൽ എഴുതിയാൽ മതി. എക്സ് ഇൻറ്റു സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി, മൈനസ് ബാക്കി വരുന്ന ആൾക്കാരെ നോക്കൂട്ടോ 1/√of x² മൈനസ് 1 ആണ്. ആ 1നെ ഞാനൊരു 1² എന്ന് എഴുതി, ഇൻറ്റു എന്തെന്ന് എഴുതി dx എന്ന് എഴുതി. ഈ നിൽക്കുന്ന ഇൻ്റഗ്രൽ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതായത് എന്തെന്നാ 1/√of x² മൈനസ് 1² dx. അത് ചെയ്യാനാണ് ഞാൻ ഈ റിസൾട്ട് വേണമെന്ന് പറഞ്ഞത്. നോക്കി നോക്കൂ, ഈ എഴുതിയേക്കണ ആളെയും ഈ നിൽക്കുന്ന ആളെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. ഇവിടുത്തെ a² പകരം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്താ 1² ആണ്, അഥവാ എക്ക് പകരം 1 ആണെന്നും പറയാം. ശരിയല്ലേ, ആകെ ആ ഒരു മാറ്റം മാത്രമല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ റിസൾട്ട് ഇല്ലേ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് എന്തെന്നാ നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പോണത്. അപ്പോൾ ഫസ്റ്റത്തെ ആൾ ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ എഴുതി വയ്ക്കുക. എക്സ് സീക്ക് ഇൻവേഴ്സ് എക്സ് അതുപോലെ തന്നെ എഴുതി, മൈനസ് 1/√of x² മൈനസ് 1² എന്നൊക്കെ എങ്ങനെ എഴുതാം, ലോഗ് എഴുതുക, മോഡുലസ് എഴുതുക, അതിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ എക്സ് എന്നുള്ളത് എഴുതി വയ്ക്കുക,
പ്ലസ് ഈ താഴത്ത് നിൽക്കുന്ന റൂട്ട് അടക്കമുള്ള ആൾ അങ്ങോട്ട് എടുത്ത് എഴുതുക. അതായത് എന്താ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ അഥവാ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. പ്ലസ് എന്തെന്നും എഴുതുക, സി എന്നും എഴുതുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ എക്ക് പകരം 1 വന്ന പോലെയായിരുന്നു ഈ ഇൻ്റഗ്രൽ, ശരിയല്ലേ? അപ്പോൾ ആൻസർ എഴുതുമ്പോഴും ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എന്തെന്ന് എഴുതുക, 1 സ്ക്വയർ എന്ന് എഴുതുക. ലാസ്റ്റ് പ്ലസ് സി എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ആൻസർ കൺക്ലൂഡ് ചെയ്യുക. കണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ മെത്തേഡ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റിസൾട്ട് അറിയണം, ഈ ഒരു പെർട്ടിക്കുലർ റിസൾട്ട് അറിയണം. ഈ ഒരു രീതിക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തീറ്റ കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഈ റിസൾട്ട് നിങ്ങൾ 2 ക്ലാസ് ഒരു 2-3 ക്ലാസ്സുകൾ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിൽ നിങ്ങൾ കാണാൻ പോണതാണ്. 2-3 ക്ലാസ്സിൽ എത്തില്ല, പക്ഷേ സ്പെഷ്യൽ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ റിസൾട്ട് നിങ്ങൾ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളതൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മൾ ഏതൊക്കെ കണ്ടു കഴിഞ്ഞു? കോസ് ഇൻവേഴ്സ് എക്സ് വന്നാൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് കണ്ടു, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ കണ്ടു, പിന്നെ ഏതാ സീക്ക് ഇൻവേഴ്സും കണ്ടു. ഇതുപോലെ ഏത് ചെയ്യാം നിങ്ങൾക്ക് ഇനി സൈൻ ഇൻവേഴ്സ് എക്സ് ചോദിച്ചാലും കോട്ട് ഇൻവേഴ്സ് ചോദിച്ചാലും കൊസീക്ക് ഇൻവേഴ്സ് ചോദിച്ചാലും ഇതേ പാറ്റേണിലാണ് ചെയ്യണമെന്നുള്ള കാര്യം മനസ്സിലുറപ്പിക്കുക. അപ്പോൾ അത് ഞാൻ ചെയ്യില്ല, നിങ്ങൾക്ക് ഹോംവർക്കിൻ്റെ ഭാഗത്തായിട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് എന്താ ക്വസ്റ്റ്യനിൽ പറയണേ, ഇവാലുവേറ്റ് എന്നും പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് എന്താ, ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് അല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഭാഗത്ത് കണ്ടത് എന്താ, ഈ ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഹോൾ സ്ക്വയർ ഇട്ട് ചോദിക്കുമ്പോൾ ചെയ്യണ രീതിയിൽ മാറ്റമുണ്ട് കേട്ടോ. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത 3 ക്വസ്റ്റ്യൻ പോലെ ഇവിടെ ചെയ്യരുത്. അതായത് ഇപ്പോൾ നിങ്ങളോട് ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെയ്യണ രീതി ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. അവിടെ നിങ്ങൾ ഏത് ചെയ്യാൻ നല്ലത്, കുറേ കൂടി ഇവിടെ പറഞ്ഞൊരു മെത്തേഡില്ലേ ആ രീതിക്ക് ചെയ്യാൻ നോക്കുകയാണ് കുറേ കൂടി നല്ലത്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ പരിപാടി ഉണ്ടല്ലോ ആദ്യമേ തന്നെ, അത് ഫോളോ ചെയ്യാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ ഹോൾ സ്ക്വയർ എന്നിട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണുണ്ട്. അതായത് ഇവിടെ എന്താ വന്നിട്ടുള്ളത്, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കുക, സൈൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വന്നാലോ ഉപയോഗമുള്ളത്, എക്സിന് പകരം സൈൻ തീറ്റ എന്ന് വന്നാലല്ലേ യൂസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആര്യ എക്സിനെ സൈൻ തീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും, കോസ് തീറ്റ ഡി തീറ്റ എന്നും കിട്ടുമല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോണത്, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ എന്നെഴുതി ഇൻറ്റു അല്ലെങ്കിൽ അതിൻ്റെ എന്തുണ്ട് ഹോൾ സ്ക്വയർ ഉണ്ട് ഇൻറ്റു ഡി എക്സിന് പകരം എന്തുണ്ട് കോസ് തീറ്റ ഡി തീറ്റ ഉണ്ട്. കണ്ടോ, ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണ് വരിക, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ എല്ലാവർക്കും അറിയാം തീറ്റയാണ്, അതിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരിക, തീറ്റ സ്ക്വയർ ഇൻറ്റു എന്തെന്ന് കിട്ടണു, കോസ് തീറ്റ ഡി തീറ്റ എന്നായില്ലേ. കണ്ടോ, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താ, തീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രൈക്ക് ഫംഗ്ഷനും കോസ് തീറ്റ എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക് ആണ്. വെറും ട്രിഗ്നോമെട്രിക് കേട്ടോ. ഓൾജിബ്രയും ട്രിഗ്നോമെട്രിക്കും വന്നാൽ ഏതിനാ പ്രിഫറൻസ്, ഓൾജിബ്രയ്ക്ക്. ഹൈലൈറ്റിൽ എ അല്ലേ ആദ്യം വരുന്നത്. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും കോസ് തീറ്റനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എന്ത് അപ്ലൈ ചെയ്യുക, ബൈ പാർട്സിൽ അപ്ലൈ ചെയ്യണത്. അപ്പം നേരെ എഴുതാണ് ചെയ്യണത്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. എങ്ങനെ വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ അഥവാ തീറ്റ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് തീറ്റ. ഇൻ്റഗ്രൽ ഓഫ് കോസ് തീറ്റ എന്താ, വെറും സൈൻ തീറ്റ അല്ലേ വരിക, മൈനസ് ബിഗ്ഗർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റത്തേൻ്റെ ഡെറിവേറ്റീവ് എന്നല്ലേ പറയുക. അപ്പോൾ തീറ്റ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ വരിക, തീറ്റ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതാം 2 തീറ്റ എന്ന് എഴുതണം. കണ്ടു, ഇൻറ്റു കോസ് തീറ്റയുടെ ഇൻ്റഗ്രൽ, രണ്ടാമത്തെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ കോസ് തീറ്റയുടെ ഇൻ്റഗ്രൽ എന്ത് എഴുതണം, സൈൻ തീറ്റ, എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡി തീറ്റ എഴുതണം. അപ്പോൾ ബൈ പാർട്സ് ആണ് അപ്ലൈ ചെയ്ത് എന്തെന്നാ, ഫസ്റ്റ് ഫംഗ്ഷൻ തീറ്റ സ്ക്വയർ എഴുതി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് തീറ്റ ഡി തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ എഴുതി, മൈനസ് വലിയൊരു ഇൻ്റഗ്രൽ ഇടുക ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞപ്പോൾ ഏത് എഴുതി, 2 തീറ്റ എഴുതി, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് തീറ്റ ഡി തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ എഴുതി. ഈ നിൽക്കുന്ന ഇൻ്റഗ്രലിൻ്റെ ഡി തീറ്റയാണ് ലാസ്റ്റ് എഴുതിയിട്ടുള്ളത്. ഇനി ഇവിടെ വീണ്ടും നിങ്ങൾ എന്താ അപ്ലൈ ചെയ്യേണ്ടി വരും, വീണ്ടും കണ്ടോ പ്രൊഡക്റ്റ് വന്നിക്കല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ വീണ്ടും എന്താ അപ്ലൈ ചെയ്യണം, ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ 2നെ ഞാൻ പുറത്തോട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കുക, വീണ്ടും തീറ്റനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും സൈൻ തീറ്റനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം എന്താ അപ്ലൈ ചെയ്യണം, ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേമിനൊരു മാറ്റമില്ല, എന്തെന്നാ തീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ അതുപോലെ തന്നെ എഴുതി വെച്ചു. ഞാൻ പറഞ്ഞല്ലോ ഈ 2നെ ഞാൻ പുറത്തോട്ട് വയ്ക്കുന്നു. അപ്പോൾ 2 പുറത്തോട്ട് വന്നു. ബാക്കിയുള്ളതിന് എന്താ അപ്ലൈ ചെയ്യണേ, ഇൻ്റഗ്രൽ തീറ്റ സൈൻ തീറ്റ അല്ലേ ഉള്ളത്, അതിൽ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഏതാ ഫസ്റ്റ് ഫംഗ്ഷൻ,
തീറ്റ മാത്രമാണ് ഫസ്റ്റ് ഫംഗ്ഷൻ കേട്ടോ. 2നെ ഞാൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ എങ്ങനെ വരിക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അഥവാ തീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് സൈൻ തീറ്റ ഡി തീറ്റ. ഇൻ്റഗ്രൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കോസ് തീറ്റ അല്ലേ വരിക? മൈനസ് ബിഗ്ഗർ ഇൻ്റഗ്രൽ ഓഫ് ആദ്യത്തേൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റയുടെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരിക? 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ വരിക? സൈൻ തീറ്റയുടെ ഇൻ്റഗ്രൽ. വീണ്ടും എന്ത് വരും? മൈനസ് കോസ് തീറ്റ എഴുതണം. ഹോൾ ഇൻറ്റു ഈ ഇൻ്റഗ്രലിൻ്റെ ഡി തീറ്റ ഇവിടെ ആദ്യം എഴുതണം. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണ് വരിക? ഫസ്റ്റത്തെ ടേമിന് ഒരു മാറ്റവും ഇല്ല. തീറ്റ സ്ക്വയർ സൈൻ തീറ്റ അതുപോലെ തന്നെ എഴുതി വെച്ചു. മൈനസ് ഈ ഉള്ളിൽ 2 കൊടുക്കുമ്പോൾ എത്ര വരും? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ ഒരു മൈനസും കൂടി ആകുമ്പോൾ പ്ലസ് ആവില്ല ചെയ്യുക. പ്ലസ് 2 തീറ്റ കോസ് തീറ്റ എന്നല്ലേ ഫസ്റ്റ് വരുന്നത്. അടുത്ത് ശ്രദ്ധിച്ചോളൂ. ഈ -2 ഇതിന് കൊടുക്കുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ട്. അപ്പോൾ കണ്ടോ? -2 എന്നായി മാറി കേട്ടോ. ബാക്കിയുള്ളത് എന്താ? ഇൻ്റഗ്രൽ കോസ് തീറ്റയിൽ ഇനിയുള്ളത്. ഇൻ്റഗ്രൽ കോസ് തീറ്റ എന്ന് വെച്ചാൽ എന്താ? സൈൻ തീറ്റ ആണ്. പ്ലസ് എന്തെന്നും വരും? സി എന്നും വരും. കണ്ടോ? അപ്പോൾ ഈ എഴുതിയ റിസൾട്ടിൽ നിന്ന് നമുക്ക് ഇനി ഇവിടേക്ക് ആവശ്യമുള്ള ഓരോരുത്തരായിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യണേ. ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ എടുത്തത് x = സൈൻ തീറ്റ എന്നാണ്. ശരിയല്ലേ? ഇതിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് പറയാവുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ. അപ്പം തന്നെ എന്താ? ആ സൈനിനെ ലെഫ്റ്റിലോട്ട് പോകണമെന്ന് കഴിഞ്ഞാൽ എന്താ വരിക? സൈൻ ഇൻവേഴ്സ് ഓഫ് x = എന്താണെന്ന് എഴുതാം? തീറ്റ. ഈ ഒരു കാര്യം എന്തായാലും ഓർമ്മയിൽ ഉണ്ടാവണം. അതോടൊപ്പം നമ്മൾ ഉപയോഗിക്കാവുന്ന മറ്റൊരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് ഇവിടെ എന്താ ആൻസറിൽ കോസ് തീറ്റ ഒക്കെ വരുന്നില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനായിട്ട് നിങ്ങൾ 10th പഠിച്ച റിസൾട്ട് ഇല്ലേ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. എന്തെന്നാ? 1 മൈനസ് സൈൻ സ്ക്വയർ ചെയ്ത കോസ് സ്ക്വയർ കിട്ടുമെന്നറിയാലോ. എനിക്ക് കോസേ വേണ്ടു. അതുകൊണ്ടാണ് ഞാൻ രണ്ട് സൈഡും റൂട്ട് എടുത്തത്. കോസ് സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ കോസ് തീറ്റയായി. 1 മൈനസ് സൈൻ സ്ക്വയറിൻ്റെ റൂട്ട് അതുപോലെ തന്നെ എഴുതി വെക്കണം. അപ്പോൾ ദിസ് ഇംപ്ലൈസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ വരിക? ഈക്വൽ ടു എന്താണെന്ന് കിട്ടും? കോസ് തീറ്റ എന്നല്ലേ വരിക? കണ്ടോ? അപ്പോൾ ഇത്രയും ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാ? കോസ് തീറ്റനെ മാറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതെല്ലാം മാറ്റി എഴുതാനാണ് പോണേ. ശ്രദ്ധിച്ചോളൂ കേട്ടോ. തീറ്റ സ്ക്വയർ. തീറ്റ എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ തീറ്റയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതി വെച്ചാണ്? എക്സ് അല്ലേ? അപ്പോൾ അത് എഴുതി വെച്ചു. അപ്പോൾ ഫസ്റ്റ് ടേം എഴുതി കഴിഞ്ഞു. കണ്ടോ? പ്ലസ് 2 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എഴുതി കഴിഞ്ഞു. ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അത് കൊടുത്തു. മൈനസ് 2 സൈൻ തീറ്റ അല്ലേ വരണത്? 2 ഇൻറ്റു സൈൻ തീറ്റ എന്ന് വെച്ചാൽ എന്തായിരുന്നു? വെറും എക്സ് അല്ലേ വരണേ? പ്ലസ് എന്തെന്ന് എഴുതുക? സി എന്ന് എഴുതുക. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനായിട്ട്. നല്ല ചോദ്യമാണ്. ഇവിടെ ഞാൻ ചെയ്ത മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ. തൊട്ട് മുമ്പ് നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ ഞാൻ 2 മെത്തേഡ് പറഞ്ഞിരുന്നു ഇതിലൊക്കെ. ഒന്നില്ലെങ്കിൽ ഇൻറ്റു 1 ഇട്ട് ചെയ്യാം, അതല്ലെങ്കിൽ എക്സിനെ ടാൻ തീറ്റ എന്ന് കൊടുത്തിട്ടും ചെയ്യാമെന്ന്. ആ രണ്ടാമത്തെ മെത്തേഡായിട്ട് കുറച്ച് സാമ്യമുള്ളൊരു ഒരു രീതിയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്ത സ്റ്റാർട്ടിങ്ങിലെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇത്. ഈ കാര്യങ്ങളൊക്കെ സൈഡിൽ വ്യക്തമായിട്ട് ഉണ്ടാവണം. ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇൻറ്റു 1 ഇട്ട് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ചെയ്യണ്ട. ഈ ഹോൾ സ്ക്വയർ എന്നൊക്കെ ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക? സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ. ഓക്കെ. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. സൈൻ ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് എക്സും സീക്ക് ഇൻവേഴ്സ് എക്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻറ്റു 1 ഇട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാണ്ട് ഇവർക്കൊരു ഹോൾ സ്ക്വയർ എന്നുള്ള രീതിക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റു 1 ചെയ്യരുത്. പകരം എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് നമുക്ക് ഇവിടെ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ട്. പക്ഷേ അത് ഇത്തിരി കൂടി വലിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇപ്പോൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യണ രീതിയിൽ തന്നെ നല്ലോണം വ്യത്യാസം വരും. അതായത് ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെയായിരുന്നു നിൽക്കുക. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു എന്തായിരുന്നു നിൽക്കുക? 1/2 ആയിരുന്നു നിൽക്കുക. അതായത് ഇവിടുത്തെ 3/2ന് പകരം ജസ്റ്റ് 1/2 ഉള്ളൂ എന്നുണ്ടെങ്കിലേ നിങ്ങളുടെ ആൻസർ വേഗത്തും. അതായത് നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ റേസ് ടു 1/2 എന്ന് ചേർത്ത് എന്താ?
റൂട്ട് എന്നല്ലേ അർത്ഥം. അപ്പോൾ ശരിക്കും താഴത്തുള്ളത് എന്താ, √(1 - x²) ആണ് താഴെയുള്ളത്. നിങ്ങൾക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ്, ഈ തന്നക്കണ ക്വസ്റ്റ്യൻ അപ്പോൾ എങ്ങനെ എഴുതായിരുന്നു, ഈ രീതിക്കാണെങ്കിൽ ഇതിനെ ഇങ്ങനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കായിരുന്നല്ലോ. 1/√(1 - x² ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കൂടെ ഇതിനെ. ഇപ്പം നോക്കിയാൽ കാണാമല്ലോ, ഈ സൈൻ ഇൻവേഴ്സ് എക്സിനെ ടി കൊടുക്കുക, അയാളുടെ ഡെറിവേറ്റീവ് ഇതല്ലേ, അപ്പോൾ ഇത് dt ആയി പോവില്ലേ. ഇൻ്റഗ്രൽ ടി dt എന്നും പറഞ്ഞ് വേഗം ഉത്തരം കിട്ടും. ഓക്കെ, അത് എപ്പോഴാണ് 1 - x²⁻² 1/2 ആയിരുന്നെങ്കിൽ, ഇവിടെ 1/2 അല്ല, പകരം എന്താ 3/2 ആണ്. പക്ഷേ കൊടുക്കണ സബ്സ്റ്റിറ്റ്യൂഷൻ രണ്ടിലും സെയിം ആണെന്ന് പറയാം. അതായത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത് എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ സൈൻ ഇൻവേഴ്സ് എക്സിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം, ടി എന്ന് കൊടുക്കാം. അഥവാ നേരത്തെ ഞാൻ ചെയ്യാറുള്ള പോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വന്നിട്ടാണ് ഗുണമുള്ളത്, സൈൻ തീറ്റ. അപ്പോൾ ഞാനിവിടെ കൊടുക്കണത് എക്സിന് ഞാൻ എന്ത് കൊടുത്തു എന്ന് പറയാം, സൈൻ തീറ്റ എന്ന് കൊടുത്തു എന്ന് പറയാം. കണ്ടു, അങ്ങനെ നേരത്തെ ചെയ്ത കാര്യം തന്നെ കേട്ടോ. സൈൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വന്നാലും ഉപയോഗമുള്ളതെന്ന് ആലോചിക്കുക, സൈൻ തീറ്റ, ശരിയല്ലേ. അഥവാ സൈൻ ടി എന്ന് വന്നാലാണ് ഗുണമുള്ളത്. അപ്പോൾ ഞാൻ എന്ത് എഴുതി, ഇവിടുത്തെ എക്സിന് പകരം സൈൻ തീറ്റ എന്നോ സൈൻ ടി എന്നോ കൊടുത്തു എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിൽ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ dx അല്ലേ വരിക, ഈക്വൽ ടു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ വരിക, കോസ് തീറ്റ ഡി തീറ്റ എന്നല്ലേ വരിക. അപ്പോൾ ഈ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി എഴുതാം ശ്രദ്ധിച്ച് പറയണേ. ഇൻ്റഗ്രൽ ഓഫ് എന്താ വരിക, ഫസ്റ്റ് എത്തത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം എന്താവും, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ബൈ താഴത്തെ എന്താ വരിക 1 - x² എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക, എക്സിന് സൈൻ തീറ്റ എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇത് 1 - sin² തീറ്റ (3/2) എന്ന് വരും. ഇൻറ്റു dxന് പകരം എന്ത് കൊടുക്കാം, കോസ് തീറ്റ ഡി തീറ്റ എന്ന് കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ എന്താ, തീറ്റ, ഇൻറ്റു ഇവിടെ കോസ് തീറ്റ ഉണ്ട് അതും എഴുതുക, ഡി തീറ്റ ഉണ്ട് അതും എഴുതി വെച്ചു. ശ്രദ്ധിക്കണം കേട്ടോ, താഴത്തെ ഒരാളുണ്ട് അത് മറന്നു വരുത്. ബൈ ഇവിടെ എന്താ വരിക, 1 - sin² തീറ്റ എന്താ, cos² തീറ്റയാണ്, ശരിയല്ലേ. അപ്പോൾ cos² തീറ്റ എന്തെന്ന് വന്നിട്ടുണ്ട് 3/2. നിങ്ങൾക്ക് പലർക്കും അറിയാം cos² തീറ്റനെ എന്തെന്ന് എഴുതാം, കോസ് തീറ്റയുടെ സ്ക്വയർ എന്ന് എഴുതാം, ശരിയല്ലേ. അതിനെ വീണ്ടും എന്തെന്നാണ് വരുന്നത്, 3/2 അല്ലേ വരിക. അപ്പോൾ ഞാൻ ചെയ്തത് cos²നെ കോസ് തീറ്റ (2) എന്ന് എഴുതി, അതിനെ മൊത്തത്തിൽ എന്തുണ്ടായി 3/2 എഴുതി. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാലോ, ഈ 2ഉം ഇവിടുത്തെ 2ഉം വെട്ടി പോവില്ലേ, ബാക്കി വരുന്നത് എന്താ, കോസ് തീറ്റ (3) അഥവാ cos³ തീറ്റ എന്നല്ലേ വരിക. ഞാൻ തൽക്കാലം കോസ് തീറ്റ (3) എന്നാണ് എഴുതണേ, ഇങ്ങനെ എഴുതി വെച്ചു. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കാണാമല്ലോ, ന്യൂമറേറ്ററിൽ ഒരു കോസ് തീറ്റ ഉണ്ട്, താഴത്ത് കോസ് തീറ്റയുടെ ക്യൂബ് ഉണ്ട്. അപ്പോൾ ഏത് കളയാം, ഇവിടുത്തെ ഈ കോസ് തീറ്റയും ഈ കോസ് തീറ്റയുടെ ക്യൂബ് കളഞ്ഞിട്ട് ബാക്കി അവിടെ എന്തേ ഉള്ളൂ, ഒരു കോസ് തീറ്റയെ പോയിട്ടുള്ളൂ കേട്ടോ. ബാക്കി അവിടെ എന്തുണ്ട്, താഴത്ത് കോസ് തീറ്റയുടെ സ്ക്വയർ ആണ് താഴെയുള്ളത്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ എത്ര വരിക നമുക്ക്, ഇൻ്റഗ്രൽ ഓഫ് മുകളിലുള്ളത് തീറ്റ ബൈ താഴത്ത് എന്തുണ്ട്, cos² തീറ്റ ഉണ്ട്, പിന്നെ കൂടെ ഒരു ഡി തീറ്റ ഉണ്ട്, ശരിയല്ലേ. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ദിസ് ഇസ് സെയിം ആസ് തീറ്റ ഇൻറ്റു താഴത്ത് നിൽക്കുന്ന cos² ഞാനൊന്നവിടെ നീക്കി എഴുതി, അതായത് എന്തെന്ന് എഴുതി 1/cos² തീറ്റ എന്ന് എഴുതി, ഇൻറ്റു എന്തെന്ന് എഴുതി ഡി തീറ്റ. ഇത് സെയിം തന്നെയല്ലേ, തീറ്റ ഇൻറ്റു 1 ചെയ്ത് എന്തെന്നെ വരും, തീറ്റ ബൈ താഴത്ത് cos² തീറ്റ ഉണ്ട്. ഇതെന്തിനും ഇങ്ങനെ എഴുതിയാൽ മനസ്സിലായി ഉണ്ടാവുമല്ലോ. 1/cos² നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്, ആരാ, 1/cos² എന്തെന്ന് എഴുതാം, sec² തീറ്റ എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇത് തീറ്റ sec² തീറ്റ ഡി തീറ്റയുടെ ഇൻ്റഗ്രലിനായി മാറിയില്ലേ. ഇവിടെ രണ്ട് ഫംഗ്ഷനുകളാണ് ഉള്ളത്, ഏതൊക്കെയാ, തീറ്റയും sec² തീറ്റയും. തീറ്റ എന്ന് പറയുന്നത് ഓൾജിബ്രൈക്കും sec² തീറ്റ എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക്കും ആണ്. ഏതിനാ പ്രിഫറൻസ് കൂടുതലുള്ളത്, ഓൾജിബ്രൈക്കിനല്ലേ ഫസ്റ്റ് എടുക്കണ്ടേ. sec² തീറ്റ സെക്കൻഡ് ഫംഗ്ഷൻ ആക്കി എടുക്കുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അഥവാ തീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ വരിക, ഇൻ്റഗ്രൽ ഓഫ് sec² തീറ്റ ഡി തീറ്റ മൈനസ് ബിഗ്ഗർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ d/d തീറ്റ. ഈ സ്റ്റെപ്പ് എഴുതണം നിർബന്ധമില്ല, നേരെ എഴുതിയാലും മതി കേട്ടോ. d/d തീറ്റ ഓഫ് തീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ വരിക, ഇൻ്റഗ്രൽ ഓഫ് sec² തീറ്റ ഡി തീറ്റ. എല്ലാം കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് നിൽക്കുന്ന ഇൻ്റഗ്രലിന് പകരം ഒരു ഡി തീറ്റ അവിടെ വേറെ എഴുതുകയും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ എഴുതുന്ന സ്റ്റെപ്പ് എഴുതിയാലും മതി. അതായത് എന്തെന്നാ, തീറ്റ ഇൻറ്റു sec² തീറ്റയുടെ ഇൻ്റഗ്രൽ നേരെ എഴുതാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. എന്തെന്നാ, ടാൻ തീറ്റ മൈനസ് ബിഗ്ഗർ ഇൻ്റഗ്രൽ ഓഫ് ഈ ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് അഥവാ d/d തീറ്റ ഓഫ് തീറ്റ എന്ന് വെച്ചാൽ എന്താ 1 ഇൻറ്റു ഇൻ്റഗ്രൽ sec² തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് എന്താ
ടാൻ തീറ്റ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡി തീറ്റ ബാക്കിയുണ്ട്. ശരിയല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണ് വരിക? തീറ്റ ഇൻറ്റു ടാൻ തീറ്റ മൈനസ് ഇൻ്റഗ്രൽ ടാൻ തീറ്റ കാണാനായിട്ടുള്ള ഫോർമുല ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്തെന്നാ? ഇൻ്റഗ്രൽ ടാനിൻ്റെ ഫോർമുലയിൽ മൈനസും ഉണ്ട് ലോഗും ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം ഓർമ്മയിൽ ഉണ്ടാവണം. അതിനുശേഷം ആലോചിക്കുക, ടാനിനെ നിങ്ങൾ മാറ്റുമ്പോൾ എങ്ങനെ എഴുതാറ്? സൈൻ ബൈ കോസ് എന്നല്ല എഴുതുക. താഴ്ത്ത് വരണത് എന്താ? കോസ് തീറ്റയാണ്. അപ്പോൾ ആ കോസാണ് നിങ്ങൾ എവിടെ എഴുതണ്ടേ? മോഡുലസിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത്. കണ്ടോ? ലോഗ് മോഡ് കോസ് തീറ്റ പ്ലസ് സി. ഇപ്പോൾ ഇൻ്റഗ്രൽ കോട്ട് വന്നിരുന്നെങ്കിലത്തെ അവസ്ഥ എന്താ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കോട്ടിൻ്റെ ഇൻ്റഗ്രലിൽ ലോഗ് ഉണ്ട്, നെഗറ്റീവ് ചിഹ്നം ഇല്ല കേട്ടോ. മോഡുലസ് ഇടുക. കോട്ടിനെ മാറ്റുമ്പോൾ എന്താ വരിക? കോസ് ബൈ സൈൻ അല്ലേ വരിക. താഴെ എന്താ ഉള്ളത്? സൈനാണ്. അപ്പോൾ ആ സൈനാണ് എവിടെ എഴുതേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആ റിസൾട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണ് വരിക? തീറ്റ ഇൻറ്റു ടാൻ തീറ്റ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ലോഗ് മോഡ് എന്തെന്നായി? കോസ് തീറ്റയായി. പ്ലസ് എന്തെന്നും വരും? സീന്ന് വരും. ഇവിടെ നിർത്താൻ പാടില്ല കേട്ടോ. കാരണം തന്ന ക്വസ്റ്റ്യൻ തീറ്റയുടെ ടേംസിലല്ല, തന്നക്കണ ക്വസ്റ്റ്യൻ ഫുൾ എക്സിൻ്റെ ടേംസിലാണ്. തീറ്റയൊക്കെ നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? തിരിച്ച് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ശ്രദ്ധിച്ചോളൂ. ഈ ചെയ്യണ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. നിങ്ങളെല്ലാവരും സൈഡിൽ എഴുതാൻ വേണം. നമ്മൾ എടുത്തത് എന്തെന്നാ? സൈൻ തീറ്റ ഈക്വൾ ടു എക്സ് എന്നല്ല എടുത്തിരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പറയാം? ഈ തീറ്റനെ മാത്രം ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ സൈൻ റൈറ്റിലോട്ട് പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നായി മാറിയില്ലേ? അപ്പോൾ ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ടാൻ തീറ്റയും വേണം, കോസ് തീറ്റയും വേണം. ശരിയല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് കോസ് തീറ്റ കാണാനായിട്ട് എന്താ വഴി? നമുക്കറിയാവുന്നത് സൈൻ തീറ്റയാണ്. അതിൽ നിന്ന് എങ്ങനെ കോസ് കാണാം? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ ലോജിക്കാണ്. എന്തെന്നാ? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ചെയ്താൽ എന്ത് കിട്ടും? കോസ് സ്ക്വയർ തീറ്റ വരും എന്നറിയാം. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ചെയ്താൽ എന്താ വരിക? വെറും കോസ് തീറ്റ എന്ന് വരും. ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 എന്നുള്ള റിസൾട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് എക്സ് അല്ല എടുത്താണത്. അപ്പോൾ ഇത് സൈൻ തീറ്റയുടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്ന് എഴുതാം? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താണെന്ന് കിട്ടും? കോസ് തീറ്റ. കണ്ടോ? അപ്പോൾ സൈൻ തീറ്റ കിട്ടി, കോസ് തീറ്റ കിട്ടി. ഇനി എന്താ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ടാൻ കാണാനായിട്ട് എന്താ വഴി? സൈൻ ബൈ കോസ് ചെയ്താൽ പോരെ. എന്താ നിങ്ങളുടെ സൈൻ തീറ്റ എടുത്തിരുന്നത്? നോക്കൂ, സൈൻ തീറ്റ നമ്മൾ എടുത്തിരുന്നത് എക്സ് ആയിട്ടാണ്. ബൈ കോസ് തീറ്റ എന്ന് കിട്ടിയത് എന്തെന്നാ? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? കണ്ടു? അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തായി? എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ എഴുതിയ ബ്രാക്കറ്റിൽ എഴുതിയ 3 കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതാണ്. 3 നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ആൻസർ മാറ്റാൻ പോണേ. അപ്പോൾ ഇത് വ്യക്തമായിട്ട് എഴുതി വെക്കുക. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ച് ക്ലിയർ ആക്കുക. പറയൂ, തീറ്റയ്ക്ക് പകരം അപ്പോൾ എന്താ കൊടുക്കുക? തീറ്റയ്ക്ക് പകരം ഇത് എന്താ വന്നിട്ടുള്ളത്? തീറ്റയ്ക്ക് പകരം കൊടുക്കാൻ പോണത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇൻറ്റു ടാൻ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം? ടാൻ തീറ്റയ്ക്ക് പകരം കൊടുക്കാവുന്നത് കണ്ടോ? എക്സ് ബൈ റൂട്ട് ഓഫ് എന്തെന്നാ? 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, അത് കൊടുക്കുക. പ്ലസ് അടുത്തത് എന്താ വരിക? ലോഗ് മോഡ് കോസ് തീറ്റ. കോസ് തീറ്റ എന്താണെന്ന് എഴുതി വെച്ചാണ്? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ ലോഗ് മോഡ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തായി? ഫൈനൽ ആൻസർ ആയി. കണ്ടു? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റനിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കുക. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ തന്നെ ബാക്കി മോഡൽ ക്വസ്റ്റനുകൾ നോക്കാൻ. ഓക്കെ.